എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ്, CPM-ന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 23-ാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം LDF-ന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ CPM-നും അത് കൈമാറ്റം ചെയ്തു, ചോർന്നുപോയി. രണ്ടാമത്തെ കാര്യം, 23-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 15 ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം. നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക. ഒരു വിധത്തിലും ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല. ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക. വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും 15 ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 23-ാം തീയതി ഉൾപ്പെടെ 23-ാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് മുതൽ 15 ദിവസം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ, അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. മാത്രമല്ല, 15 ദിവസം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളത് അത് 30 ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ 1100 പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുക. ഇവിടെ 1300 പേരാണ് ലോക്കലിൽ, അതായത് ലോക്കൽ ഏരിയ, റൂറൽ ഏരിയ. പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ട് ചെയ്താൽ മതി, അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും. ഇവിടെ റൂറൽ ഏരിയയിൽ 3 വോട്ട് ചെയ്യണം. പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക്. 1300 പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ, പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ പാതിരാത്രി 10 മണിയായാലും വോട്ട് ചെയ്ത് തീരൂല. അപ്പം ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം 1100 ആക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. 30 ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം. റൂറൽ ഏരിയയിൽ 1300 എന്നുള്ളത് 1100 ആയിട്ടെങ്കിലും കുറയ്ക്കാൻ തയ്യാറാകണം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പുവരുത്തിയിൽ ഇല്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. ലേഡീസ്, കിഡ്സ്, ജെന്റ്സ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സിൽക്സിലെ ആടി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ? സിംഗിൾ പില്ലോ കവർ വെറും 29 രൂപയ്ക്ക്, 4 പീസ് തോർത്ത് വെറും 99 രൂപയ്ക്ക്, ബാത്ത് ടവൽ വെറും 99 രൂപയ്ക്ക്, ഡോർമാറ്റ് വെറും 19 രൂപയ്ക്ക്, സെക്സി ബാഗ് വെറും 19 രൂപയ്ക്ക്, സിംഗിൾ AC കംഫർട്ടർ വെറും 399 രൂപയ്ക്ക്, ഡബിൾ AC കംഫർട്ടർ വെറും 599 രൂപയ്ക്ക്, കാവ്യമുണ്ട് വെറും 99 രൂപയ്ക്ക്, ജെന്റ്സിന്റെ ഷോർട്സ് വെറും 99 രൂപയ്ക്ക്, ജെന്റ്സിന്റെ ട്രാക്ക് പാൻസ് വെറും 149 രൂപയ്ക്ക്, ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള 5 സ്ലീവ് ടീഷർട്ട് വെറും 179 രൂപയ്ക്ക്, ഷിഫോൺ സാരി വെറും 199 രൂപയ്ക്ക്, നല്ല ഭംഗിയുള്ള കോട്ടൺ സാരീസ് വെറും 199 രൂപയ്ക്ക്, 199 രൂപയ്ക്ക് ജെന്റ്സ് ഷർട്ട്സ്, വെറും 199 രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ, 3 പീസ് ടീഷർട്ട് കോംബോ വെറും 299 രൂപയ്ക്ക്, 299 രൂപയ്ക്ക് ഫാൻസി സാരീസ്. പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് 40% ഓഫ്, 399 രൂപയ്ക്ക് ആർട്ട് സിൽക്ക് സാരി, വെറും 599 രൂപയ്ക്ക് ജീൻസിന്റെ പാൻസും, കൂടാതെ 599 രൂപയ്ക്ക് തന്നെ കോട്ടന്റെ പാൻസ്. ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് 2 പില്ലോ കവർ വെറും 399, കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് 2 പില്ലോ കവർ വെറും 599 രൂപയ്ക്ക്, സിംഗിൾ ബെഡ്ഷീറ്റ് വെറും 99 രൂപയ്ക്ക്, ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫ്ലാറ്റ് 50% വരെ ഓഫർ. 699 രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി. ഈ ആടി സെയിലിന് ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കാം, ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽക്സിലേക്ക്.